അപ്പൊ തറവാട്ടിൽ പോയേക്കണേന്ന് ജംഗ്ഷനിലാന്ന് തോന്നുന്നു. കരിക്ക് വേണോ നോക്ക്. കരിക്ക് കരിക്ക് എനിക്ക് കരിക്ക് വേണം. ഇപ്പൊ വേണ്ട, അവര് പോവാനല്ലേ. കൊറേ പറിക്കാനുണ്ട് കേട്ടോ. എത്ര എണ്ണം ഉണ്ടായിരുന്നറിയാം. അത് നല്ല മഞ്ഞ കളറില് നന്നായിട്ട് പഴുത്തിരിക്കുന്നുണ്ട്. പറിക്കില്ലേട്ടാ. ഇന്നലെ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞ കൊറേ പേരയ്ക്ക് പറിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണ് ഇതിപ്പോ കിളികൾ വരുന്നില്ല എന്നാണ്. അല്ലെങ്കിൽ ഇത് കുറച്ചൊക്കെ ഉണ്ടാവുമ്പോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നു കഴിയുമ്പോ ചേട്ടന് ഇതിന്മ കവർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഇതിന്മ കവർ ഇട്ടിട്ടില്ല. എനിക്കാണോ ഇത്രയ്ക്ക് അധികം ഉണ്ടായി നിൽക്കണതുകൊണ്ട് തന്നെ ഈ കിളികൾക്കൊന്നും ആവശ്യമില്ല എന്നുള്ളത്. അത് നോക്കിക്ക്, ഞാൻ അതിന്റെ ഉള്ളിൽ കാണിച്ചു തരാം കേട്ടോ. നല്ല റെഡ് കളറാ. ഓക്കെ, നല്ല റെഡ് കളറാണ്. എന്ത് മധുരം എന്നറിയാം, നല്ല മധുരം. ഒരു നല്ല പഴുത്തത് അത് കിളി ഇന്നലെ രാത്രി ഒന്ന് കൊത്തി നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ നല്ല റെഡ് ആയിരിക്കുമല്ലോ. ആ ഒരു പാത്രം എടുത്ത് വന്നിട്ട് പറിക്കാം. ഇതൊക്കെ നോക്കിക്കേ, നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. ഇത്രയ്ക്ക് പേരൊക്കെ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോ ഉണ്ടാവാറില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതിപ്പോ സീസണാന്ന് തോന്നുന്നു. ഇത് മുകളിലൊക്കെ പിന്നെ നമുക്കിവിടെ ഒരു കരിക്കിടുന്ന തെങ്ങുണ്ടല്ലോ. ഇതുമേ എന്നാലും ഈ പ്രാവശ്യം ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോ കൊറേ കരിക്കുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കരിക്കുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ തെങ്ങുണ്ടല്ലോ, തെങ്ങിന് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടായിരുന്നു ആദ്യം. എന്നിട്ട് തെങ്ങ് നാശമായി പോകാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. എന്നിട്ട് ഇവിടെ ചേട്ടന് ഇത് തെങ്ങുമ്പോ ഏതാണ്ട് ഓട്ടയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുമേ എന്നിട്ട് ആ ഓട്ട ഏതാണ്ടൊക്കെ അടച്ചിട്ട് അതിനെ എന്താണ്ടൊക്കെ വെച്ച് പൊത്തിക്ക് വെച്ചിട്ട് അത് രണ്ടാമത് തെങ്ങ് നമുക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടിയതാട്ടോ. വരുമ്പോ നോക്കിക്കേ, കൊറേ തേങ്ങ ഉണ്ടായി വരുന്നുണ്ട്. അല്ലെങ്കിൽ അത് ആകെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതാണ്ട് സാധനം കണ്ട് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പറിച്ചിട്ടാണ് 3 വേണോ? അധികം പറിക്കാൻ. അതെ, ഇത് ഇതായി പോവും, വാടിപ്പോവും മോളെ. ഈ തെങ്ങിനെ തൊട്ട് ഏതാണ്ട് സാധനം ചെയ്തു വെച്ചെന്ന് പറഞ്ഞു ചേട്ടൻ. എവിടെ കെട്ടി വെച്ചാലേ? ഓക്കെ. അങ്ങനെ ഞങ്ങൾക്കത് എപ്പോ വേണമെങ്കിലും കരിക്കടാ. നമ്മളെ ഇവിടെ തന്നെ നമ്മളതിന്റെ തോട്ടി വെച്ചിട്ടുണ്ട്. നമ്മള് അധികം നമ്മൾ എടുക്കണില്ല. അവിടെ അതാണ് പോട്ടെ. Papa, are you mocking me? You can't നീടെ ഡ്രസ്സുമേ ആവരുതട്ടെ മോളെ. പപ്പ വെട്ടി തരും മോളെ. ഡ്രസ്സുമേക്ക് തെറിച്ച ഡ്രസ്സ് നാശാവും. പപ്പ വെട്ടി തരും. അവിടെ പുറത്തേക്ക് പോയിട്ട് വെട്ടാ. പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വെട്ടാ. ഇവിടുന്ന് വെട്ടിയാ മതി. കാട്ട് ഗ്ലാസ് കൊണ്ടല്ല. അപ്പൊ അങ്ങനെ നമ്മുടെ കരിക്ക് വെട്ടൽ നടക്കാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 2 സാധനമായിരുന്നു, പേരയ്ക്കും പിന്നെ കരിക്കും. അത് നമുക്ക് ദൈവം അറിഞ്ഞ് നന്നായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന സാധനം അതാണ്. ഇപ്പൊ രണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ നമുക്ക് ഈ പുല്ല് ചെത്തിക്കണായിരുന്നു. പക്ഷെ ഇതിപ്പോ ഷീറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ സുഖം. പിന്നെ നമുക്ക് അവിടെ ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാം. ഇവിടെ ഇന്നലെ നമ്മളിവിടെ എത്തിയത്. ഇന്നലെ നമ്മള് ചക്ക ഒരെണ്ണം ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പഴുത്തിട്ടുണ്ടായിരുന്നു. അത് ബാക്കിയുള്ളത് അവിടെ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്.
കൈമ കൊള്ളരുത്തട്ടെ മോളെ. ഞാൻ ഓട്ടാം. എങ്ങനെയുണ്ട്? മധുരണ്ടോ? ഇതാ പാകം, കരിക്കിന്റെ പാകം. നല്ല ചായ കുടിപ്പിക്കുന്ന പാത്രമാണ് നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് കിട്ടിയാണ്. തേങ്ങയില്ലേ? തേങ്ങ അധികം മൂത്തട്ടില്ല. ഓട്ടോറിക്ഷ വേണ്ട, കാർ ഇത് വിളിച്ചാൽ മതി. ഓട്ടോറിക്ഷ കിട്ടുന്നു. ഇല്ല, കാർ വിളിച്ചാൽ മതി. ഓക്കെ. ഓട്ടോറിക്ഷ ആകുമ്പോൾ അവിടെ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും. ഓട്ടോറിക്ഷ ഇഷ്ടം. അവർക്ക് എവിടെ പോകുമ്പോഴേ ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നത് ഇഷ്ടം. കാരണം അത് തുറന്നിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് കാറിൽ പോകുന്നത് ഇഷ്ടമില്ല. അതിനെ എപ്പോഴും പറയുന്നത് ഓട്ടോറിക്ഷയ്ക്ക് പോകണമെന്ന്. ഞാൻ പറയായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ടാവും. അവിടെ ശോഭയുടെ അവിടേക്കാണ്ട് എത്തുന്നതിന് മുമ്പ് റോഡിൽ ഭയങ്കര ട്രാഫിക് ആയിരിക്കും. ഇപ്പോൾ ഈ ഓട്ടോയിൽ പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം അവിടെ കിടക്കേണ്ടി വരും ട്രാഫിക്കിൽ. ഞാൻ പറയായിരുന്നു ഇവർ ഊബർ വിളിച്ചിട്ട് തൃശ്ശൂർക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറയായിരുന്നു ഊബർ വിളിച്ചിട്ട് കാറിന് പോകാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ അവർ പറയാം ഊബറിൽ നമുക്ക് ഓട്ടോറിക്ഷ കിട്ടുമെന്ന്. അപ്പോൾ ഓട്ടോറിക്ഷ വിളിക്കട്ടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കരിക്കെടുക്കുന്നത്. കരിക്കില് അധികം മൂത്തിട്ടില്ല, കുറച്ച് ഫ്ലഷ് ഉള്ളു അതിനകത്ത്. പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? കുറച്ചുള്ളൂ. പക്ഷെ ഇന്നലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കുറച്ചും കൂടി മൂത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് വെള്ളം കണ്ടമാനം ഉണ്ട് കേട്ടോ അതിനകത്ത്. ഇത് നല്ല കരിക്കാണ്. അതെല്ലാവരും ഇവിടെ വന്നിട്ട് നമ്മൾ വെട്ടി കൊടുക്കുമ്പോഴേക്കും എൻ്റെ അനിയൻ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ കുറേ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വന്നപ്പോൾ അറിയായിരുന്നു നല്ല കരിക്കാണ്, കുറേ വെള്ളം ഉണ്ട് ഇതിനകത്ത്, നല്ല കരിക്കാത്. വണ്ടി വിളിച്ചാ? അല്ല, നീ എത്രയ്ക്ക് അധികം ഉണ്ടായി അതിനകത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്? ഞാൻ നോക്കിയപ്പോൾ ആ ഡ്രസ്സ് മേക്കരുത് കേട്ടോ. കരിക്ക് വിട്ടിട്ട് വെള്ള ഡ്രസ്സ് വെട്ടിയിട്ടുണ്ടെന്ന്, അല്ല വെള്ള ഡ്രസ്സ് മേട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പോവില്ല എന്ന് ഞാൻ പറയാം അവളുടെ അടുത്ത്. തുടല്ലേ മോളെ? അത് തുടക്കട്ടെ എന്നാ ചോദിക്കുന്നത്. തുടച്ചോ എനിക്കെത്തോ. വണ്ടി വിളിച്ചാ? ഓക്കെ. കാറല്ലേ വിളിച്ചേ? ആ, കാറാണോ വിളിച്ചേ? വിളിക്കുന്ന ഇവിടെ പിന്നെ ഇന്നലെ നമ്മൾ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ 2 മിനിറ്റിനുള്ളിൽ ഊബർ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൗണിൽ പോകട്ടെ. അപ്പോൾ ഊബർ വിളിച്ചിട്ട് ഊബർ വന്നിട്ടുണ്ട്. നമ്മളിവിടെ കാറ് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ഇവിടെ അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് കുറച്ച് പേടിയാണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാറില്ലാത്തതുകൊണ്ട് കുറച്ച് പാടാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഊബർ വിളിച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്കിപ്പോൾ വലിയ കുഴപ്പമില്ല. കാരണം ഊബർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ പൈസയും കുറവാണ്. നമ്മൾ ടാക്സി വിളിച്ച് പോണതിനേക്കാളും ഭയങ്കര പൈസ കുറവാണ്. ഇതിപ്പോൾ തൃശ്ശൂർക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 300 രൂപ കണ്ടുള്ളൂ. നമ്മൾ അല്ലെങ്കിൽ ടാക്സി വിളിച്ച് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു 900 രൂപയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു 800 രൂപ എന്തായിരുന്നാലും വാങ്ങും. പക്ഷെ 1 വേ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും അത് നമുക്ക് ലാഭമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഊബർ വന്നതുകൊണ്ട് ഭയങ്കര സൗകര്യമായിട്ടോ. നിങ്ങൾ ആരെങ്കിലും ഊബർ വിളിച്ച് പരിചയമില്ലാത്തവരുണ്ടെന്ന് വെച്ചാൽ ഊബർ വിളിച്ച് നോക്കട്ടോ. നല്ല പൈസ ലാഭമുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെ അവർ പോയി. ഞാൻ 2 ദിവസമായിട്ട് നല്ല യാത്രയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര മടി. പിന്നെ സാരിയുടെ ഇത് നോക്കിക്കോ, ഫ്ലൈറ്റ്. നീ വന്നില്ലല്ലോ. ആ ഓക്കെ, നോക്കിപ്പോ. അലീന സാരി എടുത്താൽ അധികം പരിചയമില്ല, ആദ്യമായിട്ട് എടുക്കാൻ തന്നെ. ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ട് കോളേജിലാട്ടെ.
നീയുടെ സാരി നീ തന്നെയാണ് എടുത്തേക്കുന്നത്. അത്രയ്ക്കാണ്ട് ശരിയായിട്ടില്ല എന്നാണ്. അതിൻ്റെ ഫ്ലീറ്റൊക്കെ ശരിക്കും വയ്ക്കും. മതിൽ വീഴും, അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് പച്ച മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ടിട്ട് നമുക്ക് മീൻ കറി റെഡിയാക്കാം. അവിടെ ചോറിനുള്ള കറികളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാട്ടെ. അപ്പൊ നമ്മള് ഇന്നലെ ആയിട്ടാ നമ്മള് എത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പൊ ചോറിന് നമ്മൾ കറികൾ വെക്കാൻ വേണ്ടിയിട്ട് പോണത് മീനായിട്ടാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. അവിടെ സൈക്കിളിലും മീൻകാരൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ആ മീൻകാരനെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആ മീൻകാരനെ നമ്മളിപ്പം സ്ഥിരമായിട്ട് വാങ്ങാറുള്ളത്. അപ്പൊ മീൻ വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാളയാണ് വാങ്ങിച്ചത്. ഇത് ചെറിയ ടൈപ്പ് ചാളയാണ്. ഈ ചാളയിൽ കൂടെ കിട്ടുന്നത്. പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അത് നന്നാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. പിന്നെ ഈ ചാളയ്ക്ക് ഉണ്ടല്ലോ 100 രൂപയുള്ളൂ കേട്ടോ. ഇപ്പൊ ചാളയ്ക്ക് നല്ല വില കുറവുള്ള സമയമാണ്. ബാക്കിയുള്ള മീനുകൾക്കൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട്. ഇത് ഈ വെള്ള ടൈപ്പ് ഈ മീനുണ്ടല്ലോ, ഈ മീൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ 1/2 കിലോ വെച്ചിട്ടാണ് വാങ്ങിച്ചത്. അപ്പൊ ഇത് രണ്ടും ഞാൻ വറുക്കാന്ന് വിചാരിച്ചു. പിന്നെ വാങ്ങിച്ചത് അയില കേട്ടാ. അയില 2 അയിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇത് കുറച്ചുള്ളൂ. കാരണം നാളെ ഞങ്ങൾക്ക് വേറെ ഒരു കല്യാണം ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തേക്ക് മാത്രം മതി. അപ്പൊ അതുകൊണ്ട് കുറേശ്ശെ ഞാൻ വാങ്ങിച്ചോളൂ. അതിൽ 2 വാങ്ങിച്ചുള്ളൂ. പക്ഷെ നന്നാക്കി എടുത്തു വന്നപ്പോൾ കുറച്ചുള്ളൂ. ഞങ്ങളൊരു 5 പേരുണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ചാളയും പിന്നെ അയിലയും പിന്നെ ഈ ചാളയും കുറച്ചും കൂടി എടുത്തിട്ട് 2 കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കറി വെക്കാന്ന് വിചാരിച്ചു. ഇത് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മളങ്ങനെ മീനുകളങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ കറി വെക്കാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ചാളയും അതിനെ കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് എന്തായാലും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളെ തൃശ്ശൂർ സ്റ്റൈലിൽ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടുള്ള മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ വീഡിയോക്ക് നമ്മൾ കുറേ അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഇവിടെ വീട്ടിലുണ്ടാവുന്ന തേങ്ങയുണ്ട്. അതുകൊണ്ട് തന്നെ തേങ്ങമ്മേന്ന് നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു തേങ്ങ ഞാൻ ചെറിയ തേങ്ങയായിരുന്നു. ഒരു തേങ്ങ ഞാൻ ഫുള്ളായിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ട് നമ്മൾ 1-ാം പാലും 2-ാം പാലും ഞാൻ തിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പച്ചമാങ്ങ കേട്ടോ. ഇതും ഇവിടെ പറമ്പിലുണ്ടായ മാങ്ങിന്. ഇതിനായിരുന്നാലും നല്ല പുളിയുണ്ട്. ശരിക്കും മീന് തേങ്ങാപ്പാൽ ഒഴിഞ്ഞിട്ട് കറി വെക്കുമ്പോൾ നല്ല പുളിയുള്ള പച്ചമാങ്ങ ഇട്ടിട്ട് കറി വെച്ചാൽ ആ മീന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അവിടെ നമുക്ക് മാങ്ങ കിട്ടും, പക്ഷെ അത്രയ്ക്ക് അങ്ങനെ പുളി ഉണ്ടാവില്ല. അത് ശരിക്കും നമ്മുടെ നാടൻ മാങ്ങയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നല്ല പുളി ഉണ്ടാവും. അങ്ങനെ മീൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മീൻ കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി പിന്നെ കുഞ്ഞുള്ളിയായിട്ട് എടുത്തേക്കുന്നത്, നമ്മുടെ ചുവന്നുള്ളി പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മുടെ മീൻകറി നമുക്ക് റെഡിയാക്കാം. പിന്നെ ചോറ് വെക്കണം. പിന്നെ കോവയ്ക്ക ഞാൻ ഇന്നലെ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കോവയ്ക്ക പോലത്തെ. അപ്പോൾ മീൻകറി ഉണ്ടല്ലോ, ഞാൻ അലീനയായിട്ട് വീഡിയോ പിടിക്കുന്നത്. ഞാൻ എൻ്റെ അടുത്ത് ട്രൈപോഡോ അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഫോണിലാണ് വീഡിയോ പിടിക്കുന്നത്. സാധാരണ നമ്മൾ മീനൊക്കെ കറി വയ്ക്കുമ്പോൾ ഇതൊക്കെ ആദ്യം വഴറ്റിയിട്ടുള്ള ചെയ്യുന്നത്. പക്ഷെ ഇത് ഞാൻ വഴറ്റണമൊന്നുമില്ല. എല്ലാവരും കൂടിയിട്ട് നമുക്ക് പച്ചയ്ക്കാൻ ഇട്ടിട്ട് മീന് കറി വെച്ചിട്ട് ലാസ്റ്റ് നമുക്ക് താളിച്ചൊഴിക്കാം. താളിച്ചൊഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കാരണം നല്ല മൂത്ത തേങ്ങയിട്ടത് മീൻ നന്നായിട്ട് കറി റെഡിയായിട്ട് വരുമ്പോഴുണ്ടല്ലോ ഈ തേങ്ങാപ്പാലിൽ തന്നെ നന്നായിട്ട് വെളിച്ചെണ്ണ തെളിഞ്ഞു വരും. അതുകൊണ്ട് തന്നെ കാശി ഒഴിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അയില ഇട്ടേട്ടോ. ഇതിനകത്ത് ഉണ്ടല്ലോ ചെറുതായിട്ട് പലിമീനുണ്ടായിരുന്നു. ഇതാ പലിമീൻ ഞാൻ സെപ്പറേറ്റ് മീൻ്റെ കൂടെ ഇരിക്കാം സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇട്ടാണ് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഇട്ടിട്ട് വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചുള്ളൂ എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ചാളയും കൂടിയിട്ട് ഇടാം കേട്ടോ. നോക്കട്ടെ എങ്ങനെ കറി വെച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ. ഇതാണ് എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികളുടെ എപ്പോഴും ഫേവറേറ്റും പിന്നെ എപ്പോഴും വില കുറഞ്ഞ് വിട്ടുന്ന 2 മീനുള്ളത് നമുക്ക് ചാളയും വൈലും. അപ്പോൾ ഇവരെ 2 പേരെയും കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കറി വെക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടണം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഞങ്ങളുടെ തറവാട് ഇവിടെ തൊട്ട അപ്പുറത്ത് തന്നെയാണ്. എൻ്റെ വീട് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും. അപ്പം നമ്മൾ അവിടെ നിന്നായിട്ട് നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ നമ്മൾ കൊണ്ടുവന്നത്. കാരണം നമ്മൾക്ക് കുറച്ച് ദിവസത്തേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് മല്ലിപ്പൊടി. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നു. അളവൊന്നും ഞാൻ പറയണില്ല, അതൊക്കെ ഞാൻ കൈയളവാണ് ഇടുന്നത്. കാരണം ഇതിന് വേണ്ടിയൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തേക്കുന്നതാണല്ലോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇതിങ്ങനെ ഗ്ലാസ്സിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇവിടെ വേറെ അവിടെ തറവാട്ടിൽ ഉണ്ടായ ഒരു മഞ്ഞൾപ്പൊടി ഉണ്ട്. അത് ഞാൻ കാണിക്കട്ടെ.
ഇതാട്ടോ ഇതിവിടെ തറവാട്ടില് ഉണ്ടായ മഞ്ഞൾ പൊടിച്ചിട്ട് ഇത് ഇന്നലെ ചേട്ടൻ കൊണ്ടുവന്നതാ. ശരിക്കും ഇതിന് നല്ല മണം ഉണ്ട് കേട്ടോ. മഞ്ഞളുടെ കവറിൻ്റെ ഉള്ളിൽ നന്നായിട്ട് സീലൊക്കെ ചെയ്തിട്ടാണ് തന്നേക്കുന്നത്. പക്ഷെ ഇതിന് പുറത്തേക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അത് നമ്മുടെ നാടൻ മഞ്ഞളുള്ള, അപ്പോൾ അതുകൊണ്ടാണ് അത്രയ്ക്കും മണം. പക്ഷെ ഇത് ഞാൻ പൊട്ടിക്കുന്നില്ല, കറിക്ക് ആവശ്യത്തിനുള്ള ഇല്ല. അപ്പം ഇത്രയ്ക്ക് മസാലപ്പൊടികൾ, മുളക് പൊടി ഞാനിപ്പോൾ ഇടുന്നില്ല, പച്ചമുളകാണ് ഞാൻ ഇടുന്നത്. നമുക്ക് താളിച്ച് ഒഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം, ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കിട്ടിട. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അത് എളുപ്പമാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് പിന്നെ മാങ്ങ ഇത് കുറച്ച് കൂടുതലാണ് എത്ര മീൻ. പക്ഷെ ഇവിടെ പിള്ളേർക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചു മാങ്ങ കുറച്ച് കൂടുതലായിട്ട് ഇടാന്ന് വിചാരിച്ചു. നമുക്ക് വന്നിട്ട് ഇങ്ങനെ അവിടെ രാത്രിയാകുമ്പോൾ ഇവിടെ പകലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉറക്കൊന്നും അത്രയ്ക്ക് അങ്ങനെ ശരിയായിട്ടില്ല. ഒക്കെ ഒന്ന് ശരിയായിട്ട് വരണുള്ളൂ. അപ്പോഴേക്കും നമ്മൾ പോവാറാവും. അപ്പോൾ ഇതിൻ്റെ പരിപാടി ഇത്രയ്ക്കേ ഉള്ളൂ. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഇത് മീൻ നന്നായിട്ട് എന്തോ റെഡി ആവുന്ന സമയത്ത് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കും, ലാസ്റ്റ് നമ്മൾ താളിച്ച് ഒഴിക്കും. അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ചിട്ടേക്കാം. ഇത് ഈ ലൈറ്റർ ഇത് ശരിക്കും ലൈറ്ററില്ലാണ്ട് കത്തും. പക്ഷെ അതിനെന്തോ ഒരു പ്രശ്നം വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റർ വെച്ചിട്ട് ഓണാക്കി. ഞാൻ പറഞ്ഞ സമയത്ത് ഇതിന്റെ തീ ശരിയായിരുന്നില്ല. ഇത് ശരിക്കും നല്ല ക്ലിയർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല നീല കളറിലുള്ളൂ ലൈറ്റ് കത്താ. ചെറുതായിട്ട് ചുവന്ന കളറ് റെഡ് കളർ കയറി വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അരി വെച്ച് കഴിയുമ്പോൾ കുക്കറിലേക്ക് നിറച്ചും കരി പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് സൗണ്ടും വരുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ ഊരി നന്നായിട്ട് തുടച്ച് കഴിയുമ്പോൾ അതിന്റെ ഫ്ലെയിമും ഇപ്പൊ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മീൻ കറി ഇവിടെ ഇരിക്കട്ടെ. ഈ പ്രാവശ്യം കേട്ടോ ഞങ്ങള് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങള് നമ്മുടെ വീട് മാറ്റത്തിനാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഒരുമിച്ച് വരില്ല. അങ്ങനെ ചിലപ്പോൾ പോൾസെൻ്റർ തന്നെ വരും, ചിലപ്പോൾ ഞാനും പിള്ളേരും അങ്ങനെ വരും. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ പ്രാവശ്യം ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയാവട്ടെ. അല്ലെങ്കിൽ മുടിയും കൂടി അമ്മത്തോളാം. മീൻ കറി മുടി കഴിഞ്ഞിട്ടാ. പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ലൂബിക്ക് കേട്ടാ, ലൂബിക്ക് ഉപ്പിലിട്ടതാണ്. ഇത് തറവാട്ടിൽ അവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് നമ്മുടെ ലൂബിക്ക ഉപ്പിലിട്ടത്. അയ്യോ ചെറിയ സ്പൂണാണ്. ഓക്കെ, ഇത് ലൂബിക്ക. ഇത് നന്നായിട്ട് ഇതിനകത്ത് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതാ സൂപ്പറായിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് തേങ്ങ കൂട്ടിയിട്ട് ചമ്മന്തി അടിച്ചാലുണ്ടോ അടിപൊളിയായിരിക്കും. നമുക്കൊന്ന് പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ലൂബിക്ക നല്ല ഉപ്പ് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ചമ്മന്തിക്ക് അടിപൊളിയാവട്ടോ. മുളക് ഇട്ടിട്ടില്ലേ, കുറച്ച് മുളക് പൊടി ഇത്രയും കുറച്ച് എരിവ് കൂടി കിട്ടും. പിന്നെ ഉണ്ടല്ലോ ലൂബിക്ക വൈൻ കെട്ടിയിട്ടുണ്ട്. അത് പോൾസെൻ്റെ അമ്മയുടെ അനിയത്തി വന്നപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ട് എൻ്റെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ലൂബിക്കയിൽ ശർക്കരയൊക്കെ ഇട്ടിട്ട് നമ്മൾ നെല്ലിക്കൊക്കെ നമ്മൾ വൈൻ കെട്ടില്ലേ, ശർക്കരയൊക്കെ ഇട്ടിട്ട് കറുത്ത കളറിലുള്ള വൈൻ, ആ വൈൻ കെട്ടിയിട്ടുണ്ട്. ഞാൻ കാണിക്കാം, ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വൈനാട്ടാ. ഇത് നമ്മുടെ ഫ്രിഡ്ജാട്ടാ. നമ്മളെ അടുത്ത് ആരോഗ്യമൊക്കെ ചോദിക്കാറുണ്ട്. കാരണം നമ്മളെ വീട് നമ്മൾ കൂട്ടിയിട്ടിട്ടാണല്ലോ പോണത്. അപ്പോൾ സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വീട്ടിൽ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നമ്മൾ കൂട്ടിയിട്ടൊക്കെ പോകുമ്പോൾ മിക്കപ്പോഴും കേടാക്കി വരും. പക്ഷെ നമ്മുടെ ഫ്രിഡ്ജിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഫ്രിഡ്ജിൽ നമ്മൾ പോണ സമയത്ത് പോണതിനേക്കാളും നമ്മളൊരു 24 മണിക്കൂർ മുമ്പ്, 24 മണിക്കൂറല്ല, എന്നാലും കുഴപ്പമില്ല, കുറച്ച് നേരത്തെ നമ്മൾ ഫ്രിഡ്ജ് നമ്മൾ ഓഫ് ചെയ്തിട്ട് ഫ്രിഡ്ജ് നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തുടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജ് തുറന്നു വയ്ക്കണം. ഒരു ദിവസം നമ്മൾ തുറന്നു വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് അടച്ചു വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഈർപ്പം നിൽക്കരുത്. അതാണ് അത് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജ് കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വൈനട്ടാ. ഞാനൊരു ഇച്ചിരി കുടിച്ച് കാണിച്ചാൽ കുറച്ച് കുടിക്കണുള്ളൂ. കാരണം ഇതിന് കുറച്ച് ഒരു കിക്കുണ്ട് ഇതിന്. അപ്പോൾ ഗോള് കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് ചെയ്യണമല്ലോ. പക്ഷെ നല്ല രുചിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വൈൻ എന്താണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മേമയുടെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ പറയാം.
ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ടോ? സാധാരണ നമ്മൾ മുന്തിരിയുടെ വൈനൊക്കെ നമ്മൾ പഞ്ചസാര കെട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിന് അത്രയ്ക്ക് നല്ലതൊന്നും അല്ലല്ലോ. നെല്ലിക്ക പിന്നെ ലൂബിക്ക അതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനമുണ്ട്. പിന്നെ ശർക്കര കെട്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ വലിയ ഇതൊരു അരിഷ്ടത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. അടിപൊളി, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ഈ കറിയിലേക്ക് നമ്മൾ 1 പാല് ഒഴിക്കട്ടെ. അപ്പോൾ എന്താ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. പക്ഷെ മാങ്ങ ഉണ്ടല്ലോ നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഉടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ആ താളിച്ച് വെച്ചപ്പോൾ നിക്ക് ഇതിപ്പോ ഇതാണ് അബിയു എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഇതിന് ശരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് വരും. ഇത് ആദ്യമായിട്ട് ഉണ്ടായിരുന്നത്. ഇതിന് കുറച്ച് വലിപ്പവും കുറവുണ്ട്. ഇത് ശരിക്കും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ്. അപ്പം നീയ മീൻകറി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ചാള ഇട്ടിട്ടുണ്ടമ്മ. മിക്സിങ് കറിയാണ്. വെച്ച് നോക്കൂ, ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതായില്ലേ? അതിൽ നമ്മൾ 2 വാങ്ങിച്ചോളൂ. ചൂടാറിയിട്ട് വയലേക്ക് ഇട്ടിട്ടാ. പള്ളിയിൽ മണിയടിക്കുന്ന സമയം 12:30 കറക്റ്റ് സമയത്തിന് വായിലിട്ട നേരം. ഇവർ 3 പേരും കൂടിയിട്ട് ഇവിടെ ഒരു ബേക്കറി ഉണ്ട്. പിന്നെ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണതാണ് കേട്ടോ. 3 പേരും കൂടിയിട്ട്. നീക്ക് പിന്നെ അവിടെ ചെന്നാൽ എല്ലാ സ്ഥലങ്ങളും അറിയാം. നീയാണ് അവരെന്നെ കൊണ്ടുപോകുന്നത്. റോഡ് ക്രോസ് ചെയ്യണം അപ്പുറത്തേക്ക്. അത് ഹൈവേ ആണ്. ഈ വീടിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഹൈവേ. ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് നടന്നാൽ മതി. വണ്ടി പോണ സൗണ്ടൊക്കെ കേൾക്കണില്ലേ? അപ്പോൾ അവരങ്ങനെ പോയിട്ടുണ്ട്. നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ. ആ കാറ്റിന് ഒരു നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കറികൾ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പോട്ടെ. ഇനി ഇത് കോവയ്ക്ക റെഡിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് സവോള ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി കോവയ്ക്ക ഇടും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടും. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മൊരിയിക്കും. എന്നിട്ട് ഒന്നും മൊരിഞ്ഞ് വന്നു കഴിയുമ്പോൾ തേങ്ങ ഇങ്ങനെ ചിരണ്ടാണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തേങ്ങക്കൊത്ത് പോലെ ചെറുതായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടിട്ടില്ലേ, അതേപോലെ ഇടും. എന്നിട്ട് തേങ്ങക്കൊത്തും അതിൻ്റെ കൂടെ കിടന്നിട്ട് ഒന്ന് മൊരിയണം. അപ്പോൾ ഇത് പതുക്കെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ തേങ്ങക്കൊത്ത് നമ്മൾ അതേപോലെ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തേങ്ങ കൊത്താക്കിയിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കുക. അപ്പോൾ ചെറിയ ചെറിയ തരിതരിപ്പ് ഉണ്ടാവില്ല. ഇന്നലെ ഞങ്ങൾ അതിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടേ. അത്ര മതി. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കട്ടെ. വെളിച്ചെണ്ണ ഇച്ചിരി കൊണ്ട് ഒഴിക്കണം, എന്നാലും അത് മതിയുള്ളൂ. ആ ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഞാൻ നന്നായിട്ട് കയറുന്നുണ്ട്. ഞാൻ ചെറുതായിട്ട് കൊത്തക്കുണ്ട്. കാരണം ഇന്നലെ എനിക്ക് അങ്ങനെ ഉണ്ടാക്കിയത് നല്ല ഇഷ്ടമായി. നല്ല തേങ്ങക്കൊത്തും എല്ലാം തേങ്ങ കയറിനൊക്കെ മൊഴി നല്ല രുചിയായിരിക്കും. ഞാൻ തേങ്ങ നന്നായിട്ട് ചേർന്നു. കാരണം ഇവിടെ തേങ്ങ നമ്മുടെ വീട്ടിലൂടെ ഉള്ളതാണല്ലോ. നമുക്ക് അവിടേക്ക് ചെല്ലുമ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നത്. ഇവിടെ തേങ്ങ കയറുന്നത് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. തേങ്ങ ഇത് ചെറിയ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാൻ പോകും. ഇത് ഇങ്ങനെ മൊരിഞ്ഞ് വരട്ടിയിട്ട് അപ്പം അരിപ്പൊടി കിട്ടിയാ? ഉപ്പ് കിട്ടിയാ? കിട്ടി. പഴം കിട്ടിയാ? കിട്ടി. എല്ലാരും കിട്ടി. എന്താണ് വലിയ ചാപ്പെണ്ണം കിട്ടിയാ? ചെറുത് കിട്ടിയില്ലേ മക്കളെ? നമുക്ക് ഇഷ്ടാവില്ല. എനിക്ക് മനസ്സിലായില്ല. ചോക്ലേറ്റും സാധനങ്ങളൊക്കെ ഇല്ലേ? കിടന്നുറങ്ങണ്ട. കട മൊത്തം ഉണ്ടല്ലോ. ടാങ്കാ. പിന്നെ ആര് വരുന്നുണ്ടോ? വന്നിട്ടാണോ മാംഗോ പാക്ക്? ആ 2 കവർ വന്നിട്ട് ജിലേബിയോ? ജിലേബി ഉണ്ട്. ബിസ്ക്കറ്റാ?
ജിലേബി നമ്മൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ബേക്കറികളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ വരുമ്പോൾ നമ്മൾ മധുരം കഴിക്കും. നല്ല ജിലേബി വേണ്ട, നല്ല ജിലേബിയാണ് ഇവിടുത്തെ. ഞാൻ നേരെ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കളറൊന്നും ചേർത്തിട്ടില്ല, നല്ല. പിന്നെ അരി വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ട്. അരി വലിയ ഇതാണ് കിട്ടിയത് പഴം. പിന്നെ കളറല്ലേ ഇതാ പഴം പുറത്തേക്ക് പാല്. പിന്നെ ഇവിടെ നല്ല നല്ല മേടിച്ചോളൂ. ഓ നല്ല പൂമ്പഴം കിട്ടിയിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ആ കൊല മൊത്തം എടുത്ത് തരാം നമുക്ക്. ഓ മറ്റേ പഴം കിട്ടിയില്ലേ? പഴയം കൂടെ പഴം ഇല്ലേ? പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ മറ്റേ മൂലക്കുള്ള കടയിൽ. പിന്നെ പപ്പടം, ഒന്ന് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിട്ട്. നിങ്ങൾ പുറത്തുനിന്നാണോ ചോദിച്ചത്? ആ നിങ്ങളെ വർത്താനം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടോ? നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കോവയ്ക്ക, പിന്നെ മീൻ വറുത്തത്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഡൈനിങ് ടേബിൾ ഉണ്ട്. നമ്മൾ വലിയ ഡൈനിങ് ടേബിളൊന്നും വാങ്ങിച്ചിട്ടില്ല, നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുന്നില്ലല്ലോ. ഇത് നല്ല നല്ല ക്യൂട്ടായിട്ട് ഈ ടേബിൾ, ഡൈനിങ് ടേബിൾ. എൻ്റെ ചെയറൊക്കെ നോക്കിയിട്ട് നല്ല ഭംഗിയാണ് എൻ്റെ പണി കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ 4 ചെയറുള്ളൂ, ഞങ്ങൾ 5 പേരുണ്ടല്ലോ. ഞാൻ കുളിച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുവന്ന് അതിൻ്റെ അടുത്ത്. പിന്നെ മീൻകറി നമ്മൾ വെച്ച പാത്രത്തെ പട്ടി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ന്യൂയോർക്കിലെ വീട്ടിലായിരുന്നാലും നമ്മളെല്ലാവരും ചൂടോട് കൂടിയിട്ട് നമ്മളവിടെ നമ്മുടെ ഓപ്പൺ കിച്ചണാണല്ലോ അവിടെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ സാധാരണ ഇപ്പോൾ എടുക്കല്. നമ്മുടെ ഗസ്റ്റൊക്കെ വന്നാൽ അങ്ങനെ തന്നെ നമ്മൾ വയ്ക്കാറ്. കാരണം പകർത്തിയൊക്കെ പിടിച്ച് വരുമ്പോൾ നമ്മൾ ആ സമയമാകുമ്പോൾ എല്ലാം ചൂടാക്കാണ്ട് നല്ല ചൂടോട് കൂടിയിട്ട് വെക്കും. അപ്പോൾ പിന്നെ സറിയും പ്ലേറ്റിലേക്കൊന്നും നമ്മളങ്ങനെ സാധാരണ നമ്മളങ്ങനെ പകർത്തൽ വളരെ കുറവാണ്. നമുക്ക് എന്ത് സാധനം ആയിരുന്നാലും ചൂടോട് കൂടിയിട്ട് കഴിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സാധാരണ കൊണ്ടുവന്ന് വയ്ക്കാറ്. അതുകൊണ്ട് തന്നെ നീയ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് നീ അവിടെ ഫ്രിഡ്ജിൽ മമ്മി ഇന്നലെ അരച്ച ചമ്മന്തി ഉണ്ട്, മാങ്ങ ചമ്മന്തി. സാധനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കണം. പോൾസന്റെ ചോറിനാ. ആ പോൾസന്നെ ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ടേ. പോൾസന്നെ രാത്രി ജോലി ചെയ്യാനിരിക്കണം. അതാണ് പോൾസന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കുന്നത്. പിന്നെ പ്ലേറ്റുകൾ എടുത്തോ ആവശ്യക്കാർ? അവിടെ ടാങ്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അത് കലക്കാനുള്ള പരിപാടിയാണ് നീന. ബട്ടർ സ്കോച്ച് ഷേക്കും വാങ്ങിച്ചു കുടിച്ചാ? ആ പിന്നെ അവര് ചോറിനാൻ വിളിച്ചിട്ട് വരാത്തത്. കാലത്ത് ഭക്ഷണം തരാനും ഇവിടെ സാധനങ്ങൾ വേണ്ടേ? ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരും. നിങ്ങളൊക്കെ പ്ലേറ്റുകൾ എടുത്തിട്ട് വാ. അപ്പൊ അങ്ങനെ ഞങ്ങള് ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് വലിയ കറികളൊന്നുമില്ല, ഉള്ള കറികളൊക്കെ നല്ല ടേസ്റ്റുള്ള കറിയുണ്ടാക്കും. ചോറ് നമുക്ക് ഈ അരി ഇഷ്ടമില്ല കേട്ടോ, അതുകൊണ്ട് ഇവർക്ക് പോയപ്പോൾ കുത്തരി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് തറവാട്ടിൽ നമുക്ക് കിട്ടിയത്, അവിടെ ഈ അരി വയ്ക്കുക. പിന്നെ മീൻ വറുത്തത്, ഇവിടെ കോവയ്ക്ക, മീൻകറി, പിന്നെ നമ്മുടെ രൂപിക്ക, പിന്നെ മാങ്ങ ചമ്മന്തി. നോക്കിക്കേ, ആ കിളികൾ സൗണ്ട് ഉണ്ടാക്കണ്ടേ, ഞാൻ പറക്കിടാണ്ടിട്ടെ. ഇത് ശരിക്കും ഉള്ളിൽ ചുമപ്പാന്ന് പറഞ്ഞില്ലേ, അത് വരയ്ക്കുന്നത്. അത് നോക്കിക്കേ, കാണിക്കടാ. ആ നല്ല മധുരമുണ്ട്. ഇപ്പം മഴ പെയ്യാത്തണോ അവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു പാത്രം ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട്. എന്തോരം പേരയ്ക്ക് വേണം. ഇന്നലെ ഞങ്ങൾ കുറേ പറിച്ചിട്ടുണ്ടായിരുന്നു. ഇവണ് ചൂട് കാരണം തോന്നണു പെട്ടെന്ന് പേരയ്ക്ക് പഴുക്കണുണ്ട്. ഇതൊക്കെ നോക്കിയൊക്കെ നല്ല മഞ്ഞ കളർ വീണിട്ടുണ്ട്. ഇനി എൻ്റെ പേരയ്ക്ക് മധുരമുണ്ടല്ലേ. ഞങ്ങൾ തൃശ്ശൂർ ടൗണിൽ പോവാട്ടോ. അപ്പോൾ നമ്മൾ ഊബർ വിളിച്ചിട്ടാണ് പോകുന്നത്. ഊബർ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ സമയം 5:30 ഉണ്ട് തോന്നേ അല്ലേ? അപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. ഇവിടെ സൺസെറ്റ് പറഞ്ഞേക്കുന്നത് 6:29 സൺസെറ്റ് പറഞ്ഞേക്കുന്നത്. നേരെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. പോൾസെട്ടൻ പറഞ്ഞില്ല, പോൾസെട്ടിന് ഇന്ന് ജോലിയുണ്ട്. അപ്പോൾ അവിടുത്തെ സമയം പകലാകുമ്പോൾ ഇവിടെ രാത്രിയാണല്ലോ. അപ്പോൾ അലീന വാ, വണ്ടി വന്നേക്കണോ. ഇങ്ങടെ ഊബർ വന്നു.